ഇന്ന് പ്രയോറിറ്റി എന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ മുൻഗണന എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ജീവിതത്തിൽ പലതിനും പ്രയോറിറ്റികൾ നിശ്ചയിക്കുമ്പോഴാണ് അത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. മുൻഗണനാ ക്രമത്തിൽ നമ്മൾ വിചാരിക്കുമ്പോഴാണ് പലതും ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു, എനിക്കതിന് മുൻഗണന ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ടൈം അപ്പോൾ അതിൻ്റെ പുറകെ വന്നുകൊള്ളും, ടൈം കണ്ടെത്തിക്കൊള്ളും. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. നമുക്ക് ടൈം ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ല, പക്ഷേ പ്രയോറിറ്റി അതിനുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് രാത്രിയിലായാലും നമുക്ക് അതിൻ്റെ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. പ്രയോറിറ്റി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വളരെയധികം മുഖ്യമാണ്. നമുക്ക് ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കാത്തവരാണ് പലരും സ്വയമേ സ്നേഹിക്കാത്തവരും സ്വയത്തെ ഇഷ്ടപ്പെടാത്തവരും അല്ലെങ്കിൽ സ്വന്തമായി പ്രയോറിറ്റി കൊടുക്കാത്തവരാണ്. മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുകയും സ്വയമേ പ്രയോറിറ്റി കൊടുക്കാതിരിക്കുകയും ചെയ്തില്ല. നമുക്ക് ഏറ്റവും വലിയ ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുമായിട്ടാണ്. നമുക്കാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഒരു അസൂയ അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി കാണുന്ന കാര്യമൊന്നുമില്ല. പലരും അവരവർക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കാത്തതുകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കാൻ പോലും അവർക്ക് പറ്റാത്തത്. അവരവർക്ക് തന്നെ പ്രയോറിറ്റി കൊടുത്തിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി മെച്ചങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുമായിരുന്നു. അപ്പം നമ്മൾ ഈ വിമാനത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പ്രത്യേകം എയർ ഹോസ്റ്റസ് വന്നിട്ട് പറയും, നിങ്ങൾ ആദ്യം ഓക്സിജൻ മാസ്ക്, ഒരു ഇൻ കേസ് ഓഫ് എ ട്രാജഡി അല്ലെങ്കിൽ എന്തെങ്കിലും എയർ കുറയുന്ന സന്ദർഭത്തിൽ ക്യാബിനകത്ത് ഒരു എയർ കുറയുമ്പോൾ നിങ്ങൾ ആദ്യം ആ എയറിൻ്റെ ആ മാസ്ക് ധരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും ധരിപ്പിക്കാവൂ എന്നാണ് ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് വന്ന് നമ്മളോട് പറയാറുള്ളത്. പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോറിറ്റി ആയിരിക്കണം. നമ്മളെ ഏറ്റവും മുൻനിർത്തണമെന്നല്ല. ഒരു മുറിയിൽ 8 പേരിരിക്കുമ്പോൾ ഒരു ആപ്പിൾ 8ആയിട്ട് കണ്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ 2 പീസ് എടുക്കുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. അത് തികച്ചും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷെ നമുക്ക് ഒരു പ്രയോറിറ്റി എന്നുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം, പക്ഷേ പ്രയോറിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ നിങ്ങളെ വേറെ ആരും പ്രൊമോട്ട് ചെയ്യത്തില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളുമായിട്ട് തന്നെയാണ്. നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണേ. നമുക്ക് നമ്മളോട് തന്നെ സ്നേഹബന്ധം നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും കൗൺസിലിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ അവനോട് വെറുപ്പും അവമതിയും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് പലപ്പോഴും അവന് നല്ല ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാനും മറ്റ് സമൂഹത്തിന് ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുവാനും കഴിയാതെ. അപ്പോൾ അതുകൊണ്ട് ഒരു സെറ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നെ ഒരു പ്രയോറിറ്റി കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ. പ്രയോറിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ സമയത്തിന് നിങ്ങൾ എക്സസൈസ് ചെയ്യണം, സമയത്ത് വെള്ളം കുടിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കണം. നിങ്ങൾക്കായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസയുടെ ഒരു ചെറിയ പെർസെൻറ്റ്, ഒരു 10% നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കാനോ നല്ലൊരു ചെരുപ്പ് വാങ്ങിക്കാനോ ഇതൊന്നും വാങ്ങിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതി ഒരു ഉണക്ക മൊബൈലും അല്ലെങ്കിൽ മറ്റു സാധനങ്ങളുമായിട്ട് എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് വരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ വയസ്സാം കാലമാകുമ്പോൾ അവരെ മക്കളും നോക്കുകയില്ല, മറ്റുള്ളവർക്ക് വേണ്ടി കരുതിയത് മറ്റുള്ളവരാരും ശ്രദ്ധിക്കത്തുമില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അപ്പോൾ മേക്ക് യുവർ സെൽഫ് എ പ്രയോറിറ്റി. നിങ്ങളെ ഒരു പ്രയോറിറ്റി ആയിട്ട് നിശ്ചയിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ നിശ്ചയിക്കാറിൻ്റെ കാര്യം പലപ്പോഴും നമുക്ക് സംഭവിച്ച ദുരനുഭവങ്ങൾ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ നമ്മളുമായിട്ട് സഹവസിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. പലരും പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നിന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല എന്നൊരാൾ പറഞ്ഞ വാക്കുകളായിരിക്കും ഒരാളെ വലുതായി കഴിഞ്ഞാലും അവൻ്റെ ഹൃദയത്തിൽ തുടികൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവൻ്റെ ആക്ഷൻസും ബിഹേവിയർ. ഇതൊക്കെ ഏത് സമയത്തും കറക്റ്റ് ചെയ്യപ്പെടാവുന്നതാണെന്നുള്ളതാണ് സൈക്കോളജിക്കൽ തിയറീസ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് വേണ്ടി ജീവിക്കാനും നമുക്ക് വേണ്ടി കരുതാനും നമ്മളെ എക്സൽ ചെയ്യാനും ഒക്കെ മറ്റാരും നിങ്ങളെ പ്രൊമോട്ട് ചെയ്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാലറിയാം, മറ്റാരും തന്നെ വന്ന് നിങ്ങളുടെ സ്വന്തം കൂട്ടർ തന്നെ ഫാമിലിയിലുള്ളവർ തന്നെ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്കൊരു പ്രധാന ഒരു ഉദ്ദേശവും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഫാമിലിയിലോട്ട് പറഞ്ഞു നോക്കി, ചിലപ്പോൾ അവർ നിരുത്സാഹപ്പെടുന്നു. പക്ഷെ അവരെ കൂടുതൽ സമയമെടുത്ത് അതിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. പക്ഷെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ കാര്യങ്ങളും അവർ വളർന്ന ജീവിത സാഹചര്യങ്ങളൊന്നുമില്ല നിങ്ങൾ വളർന്നു വരുന്നതെന്നുള്ള പ്രത്യേകം ഓർക്കുക. അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ പലപ്പോൾ കുട്ടികളും പല ഓൺലൈൻ ട്രേഡിങ്ങിനൊക്കെ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഓൺലൈൻ ട്രേഡിങ്ങിന് അവന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിൽ ഈ ഐഡിയ കൊടുത്തപ്പോൾ തന്നെ വീട്ടിലെ മാതാപിതാക്കൾ അത് നിരുത്സാഹപ്പെടുത്തി അവനത് നിരാശയിലോട്ട് പടികുഴിയിലൊക്കെ പോയി. അപ്പോൾ അവൻ്റെ കാര്യം, അവന് ഓൺലൈൻ ട്രേഡിങ്ങിനെ കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ അവന് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. മാതാപിതാക്കളെ അത് പറഞ്ഞ് കുറേശ്ശെ മനസ്സിലാക്കണം. ഒറ്റയടിക്ക് അവർക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ട്രഡീഷണൽ ജോബ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്ന അവർക്ക് ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ആ രീതിയിലാണ് പലപ്പോഴും വ്യക്തിപരമായ നമ്മുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു പ്രയോറിറ്റി കൊടുക്കാനായിട്ട് നമ്മൾ ഓരോ മനുഷ്യരും തീരുമാനിക്കണം. പലപ്പോഴും നമ്മുടെ നെഗറ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ നെഗറ്റീവ് പീപ്പിൾസ് എന്ന് പറയുമ്പോൾ അവരുടെ ലെവലിലേക്ക് ഇപ്പോൾ ഓൺലൈനിൽ കൂടെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്താൽ തന്നെ അതിൻ്റെ ഇടയിൽ ഇത് ഒരുപാട് പബ്ലിക്കിനെ റീച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ നെഗറ്റീവ്സ് ആയിട്ട് ഒത്തിരി കമൻറ്റുകൾ വരും, പോസിറ്റീവ്സ് ആയിട്ടുള്ള കത്തുകൾ. നമ്മളൊരു ചെറിയ ക്ലോസ് സർക്കിൾ ആകുമ്പോൾ അത്രയും വരണം സാധ്യമല്ല. പലപ്പോഴും ഈ നെഗറ്റീവ് കമൻസുകൾ നമ്മൾ വിചാരിക്കും ആ നെഗറ്റീവ് കമൻസ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ശരിയാവാത്തതുകൊണ്ട്, അങ്ങനെയല്ല. പക്ഷേ അവരിൽ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് ആ നെഗറ്റിവിറ്റി അവർ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റായിട്ട് എഴുതുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി
സൈക്കോളജിയൊക്കെ പഠിച്ച് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ സമൂഹത്തിലെ ഇപ്പം സെലിബ്രിറ്റീസുകളെ തന്നെ വൈഡായിട്ട് അവരുടെ വീഡിയോസൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസുകളാണ് വരുന്നത്. അപ്പോൾ അവരെ പോലെ എത്താൻ കഴിയാത്ത അനേകം ആൾക്കാരുടെ അസൂയയിൽ നിന്നാണ് ആ നെഗറ്റീവ് കമൻസുകൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി. അപ്പോൾ നെഗറ്റീവ് കമൻസുകൾ വരും. അപ്പോൾ ആ സെലിബ്രിറ്റീസ് അതെടുത്തുകൊണ്ട് അവർ ആ രീതിയിൽ പെരുമാറാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് എങ്ങും എത്താൻ കഴിയത്തില്ല. അപ്പോൾ നെഗറ്റീവ് കമൻസുകളും പോസിറ്റീവ് കമൻസുകളും ഒക്കെ വൈഡായിട്ടൊരു യൂട്യൂബ് വീഡിയോ തന്നെ റീച്ച് ചെയ്യുമ്പോഴൊക്കെ എത്തും എന്നുള്ള മനസ്സിലാക്കാനുള്ള പക്വതയൊക്കെ ഓരോ യൂട്യൂബേഴ്സിനൊക്കെ വേണം. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പല വീഡിയോകൾക്കും ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വരാറുണ്ട്, പോസിറ്റീവ് കമൻറ്റ്. പിന്നെ തീരെ വൾഗറായിട്ടുള്ള കമൻറ്റുകൾ വരും, ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യും. അത് പൊതുവെ സമൂഹം വായിച്ചാൽ മോശമാണ്. അപ്പോൾ അത് ചില കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് കൂടുതൽ നെഗറ്റീവ് കമൻസുകൾ വരും. അത് അവരുടെ ഒപ്പീനിയനാണ്, അവരുടെ ലെവലിലേക്ക് താഴ്ത്തുവാനുള്ള ശ്രമമാണ്. അപ്പോൾ അത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ലെവലിലേക്ക് താഴ്ത്തുവാനുള്ള ശ്രമങ്ങളും ഒക്കെ മനുഷ്യരുടെ നിന്നുണ്ടാവും. നെഗറ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞ ഒരാൾക്കുണ്ട്. കൂടുതൽ ആൾക്കാരും പോസിറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പലപ്പോഴും നെഗറ്റീവ് കമൻറ്റ്സ് എഴുതുന്നവർ അവരുടെ നെഗറ്റിവിറ്റിയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ലെവലിലോട്ട് എത്താൻ അവരുടെ ജീവിതത്തിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളും ഒക്കെയാണ്. അവർ കമൻറ്റ് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവരുടെ ജീവിതത്തിലുള്ള പിന്നെ ചില റിയലിസ്റ്റിക് ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷനുള്ള കമൻറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന കാര്യമാണ്. പ്രയോറിറ്റി ആരും മുന്നോട്ട് കൊണ്ടുവരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് യുവർ സെൽഫ്. നിങ്ങളെ ഒരു പ്രയോറിറ്റി ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്തില്ല, വേറെ ആരും പ്രൊമോട്ട് ചെയ്തില്ല എന്ന് ഒരിക്കൽ കൂടെ പറയാം. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രയോറിറ്റികളും ഉണ്ട്. നമുക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് പല കാര്യങ്ങളും ലേൺ ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. പലപ്പോഴും പ്രയോറിറ്റി നമുക്ക് ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തില്ല. നല്ല ബുക്കുകൾ വായിക്കുക, മെഡിറ്റേഷനിലായിരിക്കുക, അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം നേടുക, ഇതൊക്കെ അവനവൻ്റെ പ്രയോറിറ്റി അവനവൻ തന്നെ വെച്ചേ പറ്റത്തില്ല. ഈ വീഡിയോ കേൾക്കുന്ന ഓരോ യുവാക്കളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രയോറിറ്റി നിങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി ആരും ഫിക്സ് ചെയ്തിട്ടില്ല. പലപ്പോഴും പണ്ടോ എപ്പോഴോ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ നിങ്ങളുടെ ചെറുപ്പകാലത്ത് ആരെങ്കിലുമൊക്കെ പറഞ്ഞ ശബ്ദങ്ങളായിരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നത്. ഈ പ്രയോറിറ്റിയെ ഫിക്സ് ചെയ്യാൻ, ഇതെല്ലാം മാറ്റിമറിക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റികൾ നമുക്ക് ആവശ്യമുള്ളത് എന്താ എന്നുള്ളത് നമ്മൾ തന്നെയാണ് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം. നിങ്ങൾക്കായിട്ടൊരു ബക്കറ്റ് ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അല്ല വേറൊരാൾക്ക് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കി തരാനൊക്കത്തില്ല. നിങ്ങൾക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ പോകണം, എന്തൊക്കെ ചെയ്യണം, ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ, ഏത് രീതിയിൽ മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയും, ഏത് രീതിയിൽ മനുഷ്യരെ സഹായിക്കാൻ കഴിയും. പലപ്പോഴും നെഗറ്റീവ് വൈബ്രൻസ് ഉള്ള ആൾക്കാരെ പോസിറ്റീവ് വൈബ്രൻസിലേക്ക് ആക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിവുണ്ട്. പക്ഷേ നെഗറ്റീവ് വൈബ്രൻസിലുള്ള ആൾക്കാരുടെ കൂടെ കൂടുതൽ മുഴുകി കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് ആകിപ്പോകാതിരിക്കാൻ നമ്മളൊരു ഇൻസുലേറ്റീവ് ടേപ്പ് പോലെ നമ്മൾ വർക്ക് ചെയ്യേണ്ടതാണ്. നമുക്കൊരു പോസിറ്റീവ് വൈബ്സ് നിലനിർത്തണമെന്നുള്ള ചിന്താഗതിയോടുകൂടി വേണം നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും നിരാശയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ദീർഘനേരം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളും കൂടെ അതിലേക്ക് വലിഞ്ഞു വീഴുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു ഇൻസുലേഷൻ പോലെ നമ്മളിങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പോസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് മാറുവാനും ഒക്കെയുള്ള ഒരു കഴിവും ഇൻസുലേഷനും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങളുടെ ഹൈജീൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെക്കൻഡറി പെരിഫറിയിലാണ് നിങ്ങൾ ഓരോരുത്തരെയും ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പലതും ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനേ പറ്റത്തില്ല. ആദ്യം നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെല്ലാം ലേൺ ചെയ്യണം, നിറഞ്ഞൊരു പാത്രത്തിന് മാത്രമേ എന്തെങ്കിലും കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സെറ്റ് യുവർ സെൽഫ് ആസ് എ പ്രയോറിറ്റി. നിങ്ങളെ ഒരു പ്രയോറിറ്റി ആയിട്ട് വെക്കുവാനായിട്ട് ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം വേണം. നിങ്ങളുടെ ശരീരത്തിനകത്ത് 70% വെള്ളം വേണ്ട, ധാരാളം വെള്ളം കുടിക്കണം. നിങ്ങളുടെ പ്രയോറിറ്റികൾ അതായിരിക്കണം. നിങ്ങളുടെ പ്രയോറിറ്റികൾ നിങ്ങളെ തന്നെ കരുതുന്നതിന് ആവശ്യമായ ഒരു പ്രയോറിറ്റികൾ നിങ്ങൾ കൊടുക്കണം. നല്ല രീതിയിലുള്ള ലേൺഡ് ബിഹേവിയർ നിങ്ങൾക്കുണ്ടായിരിക്കണം. പോസിറ്റീവ്സ് ആയിട്ടുള്ള ബുക്സുകൾ വായിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. ലോകത്തിലെ എല്ലാത്തിനെക്കുറിച്ച് ഒരു ജേർണലിസ്റ്റിക് ആയിട്ടുള്ള അറിവുകൾ സമ്പാദിക്കാനായിട്ട് നിങ്ങളുടെ ശ്രമം ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മുടെ ഒരു പ്രയോറിറ്റി ആവണം. നമ്മുടെ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ടൈം വന്നുകൊള്ളും. പ്രയോറിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ടൈം നമുക്ക് ഇല്ലാതെ പോകുന്നു. പ്രത്യേകം ഞാൻ നിങ്ങൾ ഓർപ്പിക്കണം. എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോറിറ്റി, നിങ്ങൾക്ക് അന്തർലീനമായ കഴിവുകൾ ഓരോരുത്തർക്കും അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അന്തർലീനമായ ഒരു കഴിവിനെ നിങ്ങൾക്ക് തേച്ചും എനിക്ക് ഉപയോഗിക്കാൻ സമൂഹത്തിനെ പേടിച്ച് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഇത് നിങ്ങളെയാണ് നിങ്ങൾക്കൊരു പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. അത് സമൂഹത്തിലെ പലരും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവരെ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സംസാരത്തെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ തലതിരിച്ച് കളയും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആശയങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ഭൂരിഭാഗം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡ് ഓഫ് പീപ്പിൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അവർക്ക് ചെവി കൊടുക്കാതിരിക്കുക. അവർ പറയുന്ന നെഗറ്റീവ് കമൻസുകളെ നിങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങളെ ബീലിറ്റിൽ ചെയ്ത് കളയുക. നിങ്ങളുടെ ഐഡിയാസിനെ താറടിച്ച് കാണിക്കുക.
അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് പീപ്പിൾസും ഈ സമൂഹത്തിലുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ സർവൈവ് ചെയ്തുകൊണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നിങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനിടയിൽ കൂടെ തുഴഞ്ഞു പോകാനായിട്ട് സമൂഹത്തിൽ സൊസൈറ്റി ഈസ് എ സിസ്റ്റം ഓഫ് യൂസേജസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഡെഫിനേഷൻ ഉണ്ട്. പലതരം ആൾക്കാരുള്ള സൊസൈറ്റിയാണ്. നിങ്ങളെല്ലാവരും എൻകറേജ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തുഴഞ്ഞ് സമൂഹത്തിന് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് നിങ്ങൾ മാറുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സെറ്റ് യുവർ സെൽഫ് എസ് എ പ്രയോറിറ്റി എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ നമുക്ക് ടൈം കുറവാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു 30,000 ദിവസമൊക്കെയാണ് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ലഭിക്കുന്നത്. 10-90 വയസ്സോടെ ജീവിച്ചാൽ അതിനകത്ത് നമ്മുടെ പ്രയോറിറ്റീസുകൾ ഫിക്സ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും കോൺക്രീറ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ലക്ഷ്യങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും നമ്മളെ എൻകറേജ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ കഴിവുള്ള നമുക്ക് മാത്രമാണ് ഓരോരുത്തർക്കും അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കേൾക്കുന്ന ഓരോ യുവാക്കളും യുവതികളും അവരുടെ പ്രയോറിറ്റികൾ ഫിക്സ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് ശ്രമിക്കുക. പ്രയോറിറ്റികൾ പലതും ഉണ്ടാവും. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുണ്ടാവും. അവരുടെ ശരീരത്തിനെ കുറിച്ചുള്ള ശരീരം ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ള ലക്ഷ്യങ്ങളുണ്ടാവും. അവരുടെ കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ലക്ഷ്യങ്ങളുണ്ടാവും. അതിനകത്തൊരു പ്രയോറിറ്റി ഉണ്ട്. ആദ്യം സ്വയമായിട്ട് സംരക്ഷിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത സർക്കിൾ, അടുത്ത ഫാമിലി സർക്കിൾ, അതിന് സൊസൈറ്റൽ സർക്കിൾ, അല്ലെങ്കിൽ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാതെ സൊസൈറ്റിക്ക് ഇറങ്ങി ജോലി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ സർക്കിൾ വെച്ച് അതിൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമായിട്ട് തോന്നും. ബി എ ഹാപ്പി പേഴ്സൺ എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ടിരിക്കണം. നമ്മൾ എത്ര തന്നെ കാര്യങ്ങൾ ലോകത്തിൽ അച്ചീവ് ചെയ്താലും, എത്ര ഉയർന്ന പദവികൾ വഹിച്ചാലും, നിങ്ങളുടെ മനസ്സും ശരീരവും ഈ പർട്ടിക്കുലർ മൂമെൻറ്റിൽ, പ്രസൻറ്റ് മൂമെൻറ്റിൽ സന്തോഷകരമായിട്ടൊന്നും ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റികളെല്ലാം മാറിപ്പോകുന്നു തന്നെയാണ് അർത്ഥം. സന്തോഷകരമായിട്ടിരിക്കാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ദുഃഖത്തിലേക്കൊക്കെ വീണു പോകുന്ന നിമിഷങ്ങളിൽ എത്രയും പെട്ടെന്ന് സന്തോഷത്തിലേക്ക് തിരികെ വരുവാനുള്ള ഒരു കഴിവും മനസ്സൊരുക്കവും, അല്ലാതെ അതിനകത്ത് ഡിപ്രഷൻ അടിച്ച് താണ് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഡിപ്രഷൻ അടിച്ച് ഇത് എന്നെക്കുറിച്ച് മാത്രം, ഇത് സമൂഹത്തിൻ്റെ ഒരു പൊതുവായ പ്രത്യേകതയാണ്. എല്ലാവരെക്കുറിച്ചും സമൂഹത്തിൻ്റെ ഹയർ ലെവലിലും പല ലെവലുകളുണ്ട്. ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലോട്ട് കയറാൻ വളരെ സ്ട്രഗിൾസ് ആവശ്യമാണ്. ഇതൊക്കെ ഒരു പ്രയോറിറ്റി ഫിക്സ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ട് മുന്നേറുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്വയമായിട്ട് അവനവന് തന്നെ പ്രയോറിറ്റി കൊടുക്കണം. അവനവന് പ്രയോറിറ്റി കൊടുത്തില്ല വേറെ ആരും നിങ്ങൾക്ക് പ്രയോറിറ്റി തരില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കാനും നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്മൾ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് 2 ആസ്പെക്റ്റുകളാണ് ദൈവം ദാനമായിട്ട് നൽകുന്നത്: ടൈം ആൻഡ് എനർജി. ടൈം ഉണ്ടാകും, നമുക്ക് കുറേ എനർജി തന്നിട്ടുണ്ട്. എനർജി എന്ന് വെച്ചാൽ ശരീരത്തിന് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള എനർജി. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എനർജി കുറഞ്ഞ് ചിലപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പറ്റില്ല. പിന്നെ നാളെ ഒരു വയസ്സാം കാലത്ത് ഞാൻ എടുത്ത് കാണത്തേ ഉള്ളൂ. അപ്പോൾ എനർജി ഉള്ളപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ നമുക്കൊരു പ്രയോറിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് വളരെ വ്യത്യാസമാണ്. ബക്കറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കുക എന്നുള്ളൊരു പ്രധാന തയ്യാറാണ്. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹോളിവുഡിലെ ഒരു പ്രധാന സിനിമയാണ്. ആ ബക്കറ്റ് ലിസ്റ്റിനകത്ത് ഒരു പാവപ്പെട്ടവൻ്റെ ബക്കറ്റ് ലിസ്റ്റും പണക്കാരൻ്റെ ബക്കറ്റ് ലിസ്റ്റ്, പണക്കാരനും കൂടെ ഒരു ആശുപത്രിയിലായി തീരുകയാണ്. ആശുപത്രിയിലായി കഴിയുമ്പോഴത്തേക്കും പണക്കാരനും പാവപ്പെട്ടവനും ഒരേ ലിസ്റ്റ് വരുമ്പോൾ, ഒരു കിടക്കൽ വരുമ്പോൾ രണ്ടുപേരും 6 മാസത്തിനകത്ത് മരിക്കുമെന്ന് പറയുമ്പോൾ പണക്കാരൻ പാവപ്പെട്ടവൻ്റെ ബക്കറ്റ് ലിസ്റ്റിന് പലതും പണക്കാരന് വെറും പുല്ലുപോലെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതെല്ലാം പണക്കാരൻ പാവപ്പെട്ടവൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ജീവിതം രണ്ടുപേരുടെ സുഖകരമാകുന്നു. പരസ്പര ആശ്രിതത്തിൽ ചേർന്ന ഒരു ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രയോറിറ്റി പലപ്പോഴും ഫിക്സ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ ലോ എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരെ ഹൈ എനർജിയിലേക്ക് കൈപിടിച്ച് വരുത്താനായിട്ട് നമ്മൾ ഒരു വലിയ ശ്രമം ഉണ്ടാകണം. അവർ എനർജി ഫീൽഡ് ലോ ആകുമ്പോഴാണ് ക്രിട്ടിസൈസ് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കുകയും അവരെ ബീലിറ്റിൽ ചെയ്യുകയും അവരുടെ കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുകയും നാശകരമായ കമൻറ്റുകൾ എഴുതുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം നാശകരമായ കമൻറ്റുകളാണ് 70% വരുന്നത്. ഇതിങ്ങനെയൊക്കെ എഴുതേണ്ട കാരണം അവർക്ക് ആ രീതിയിൽ വളരാൻ കഴിയാത്തതിലുള്ള അവരുടെ ആ ദുഃഖവും പ്രയാസവും ഒക്കെയാണ് അവർ ഇതിൽ കൂടെ എഴുതി വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലെ ഒരു മീഡിയയൊക്കെ ആകുമ്പോഴത്തേക്കും ആരും അവരുടെ ഐഡൻറ്റിറ്റി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കത്തില്ല എന്നുള്ള രീതിയിൽ ധൈര്യമായിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റുകളൊക്കെ എഴുതുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കമൻറ്റുകളെ പോലും വിശ്വസിക്കേണ്ട കാര്യമില്ല. സെലിബ്രിറ്റികളെ കുറിച്ചൊക്കെ കൂടുതൽ കമൻറ്റ് ഒരിക്കൽ കൂടെ പറയാൻ വരുന്നതിൻ്റെ കാരണം വെച്ചാൽ അത് വൈഡ് ആംഗിളിൽ ഈ വീഡിയോസൊക്കെ പ്രചരിക്കുമ്പോൾ അത് ഒരുപാട് ചെറിയ മനുഷ്യരിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്ക് അതിൻ്റെ അത് താങ്ങുവാൻ കഴിയാതെ, അവരോടുള്ള അസൂയ താങ്ങുവാൻ കഴിയാതെയാണ് അടിയിൽ കമൻറ്റുകളൊക്കെ എഴുതുന്നത്. പലപ്പോഴും നശിപ്പിക്കുന്ന കമൻറ്റുകൾ എഴുതി നശിപ്പിക്കാനാണ് കൂടുതലും താല്പര്യം. സോഷ്യൽ മീഡിയ നമ്മൾ എടുത്താൽ അറിയാം, കൂടുതൽ ഇങ്ങനെ നെഗറ്റീവ് കമൻസുകളൊക്കെ എഴുതുന്നതാണ്. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റുകളൊന്നും നമ്മൾ കൂടുതൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനോടൊക്കെയുള്ള ഒരു സംഭവമാണ്. അതായത് ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിഫലനമാണ്. നല്ല സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ വരത്തില്ല. ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടിയ സൊസൈറ്റികളിലൊക്കെ യൂട്യൂബൊക്കെ സ്വിറ്റ്സർലൻഡ് പോലുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ അവർക്ക് അധികം നെഗറ്റീവ് കമൻസുകൾ അടി വരാറില്ല. നമ്മുടെ സൊസൈറ്റിയുടെ മൊത്തം ഒരു പ്രതിഫലനമാണ് ഈ യൂട്യൂബിൻ്റെ അടിയിലുമൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ച ഒരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ തന്നെ ഒരു പ്രയോറിറ്റി കൊടുക്കുക. പ്രയോറിറ്റിയിൽ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതം
കൂടുതൽ ഉന്നതിയിലേക്ക് അനേകരെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്കൊരു കഴിവും സാമർഥ്യമൊക്കെ ഉണ്ടാവും. ഇന്നത് പലതും ലേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്രിയേറ്റീവ് റൈറ്റിംഗ് നമുക്ക് പഠിക്കാം, പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കാം, അതുപോലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, ട്രാൻസാക്ഷൻ അനാലിസിസ്, ഇതൊക്കെ ഒരുപാട് ശാസ്ത്രശാഖകളാണ്. ഇതൊക്കെ മനുഷ്യർ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും മനുഷ്യർ നല്ല മനുഷ്യരായിട്ട് തീരും. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് പലരും പല രീതികളിലൊക്കെ ആയിപ്പോകുന്നത്. അത് ഒരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യാനായിട്ട് മാത്രം പറ്റില്ല. ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവനവന് തന്നെ ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ചത്ത് മീൻ പിടിച്ചിട്ടൊരു കാര്യമില്ല, അത് ഒരു പ്രയോജനമുള്ള കാര്യമല്ല. അവനവനൊരു പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു അത്യാവശ്യമാണ്. ഇത് ഒരു സ്വാർത്ഥത എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇതിനെ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഈ ഒരു ഓക്സിജൻ മാസ്ക് ധരിക്കുന്നത് പോലെ അവനവൻ്റെ കാര്യങ്ങളെ അവനവൻ ശ്രദ്ധിക്കുകയും അവനവൻ നോളജബിൾ ആവുകയും അവനവൻ വളരുകയും അവനവൻ്റെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റുള്ളവരാരും ഒന്ന് താങ്ങി തരുമെന്ന് ആരും വിചാരിക്കേണ്ട കാര്യമില്ല. സെറ്റ് യുവർ സെൽഫ് ആസ് എ പ്രയോറിറ്റി എന്ന് മാത്രം പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതൊന്ന് എഴുതി വെച്ചുകൊണ്ട് ആ മേഖലകൾക്കെല്ലാം പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വർക്ക് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ജീവിതം വളരെ ഉന്നതമായ നിലകളിലേക്ക് പോകും. അത് പല ലക്ഷ്യങ്ങളും ആവാം. പക്ഷേ അത് കോൺക്രീറ്റായിട്ട് എഴുതി വെച്ചുകൊണ്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പലതിനും പ്രയോറിറ്റി ഉള്ളതായിട്ട് തീരും. നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയും നിങ്ങളുടെ ശരീരവും ആത്മാവും മനസ്സൊക്കെ വളരുമ്പോഴത്തേക്കും അത് മറ്റുള്ളവരിലൊക്കെ വളർച്ചയുടെ ഭാഗങ്ങൾ ഒരു സൂര്യപ്രകാശത്തിൻ്റെ കിരണങ്ങൾ പോലെ അവരെ ഉയർത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗിയായിട്ടുള്ള വാക്ക് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് സെറ്റ് യുവർ സെൽഫ് ആസ് എ പ്രയോറിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രയോറിറ്റി കൊടുക്കുക. ആരും നിങ്ങൾക്ക് വന്ന് താങ്ങി പ്രയോറിറ്റി തരില്ല. നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ലോങ് ടൈം ഫ്രണ്ട്ഷിപ്പ്. അവനോടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ലോങ് ടൈം. അത് കാലുഷ്യമായ നമ്മളുടെ ബിഹേവിയർ തന്നെ മറ്റുള്ളവരുമായിട്ട് ടോക്സിക് ആവുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കുക. ടോക്സിക്കായ ബിഹേവിയർ നമ്മൾ തന്നെ കാണിച്ചാൽ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മളുടെ ബിഹേവിയർ മറ്റുള്ളവർക്ക് ടോക്സിക് ആവുന്നെങ്കിൽ ആ ബിഹേവിയർ എന്തൊക്കെയാണെന്ന് വ്യക്തമായി അസസ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. അതിനെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ടോക്സിക്കായ റിലേഷൻഷിപ്പുകൾ കാണുന്നത് പോലെ തന്നെ നമ്മളിൽ നിന്നും ടോക്സിക്കായ റിലേഷൻഷിപ്പുകൾ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മളൊരു ചെക്കിങ് നടത്തേണ്ടതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇത് കൂലങ്കഷമായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ആദായം തുറന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു സിൽ കാണാം. നന്ദി, നമസ്കാരം. സെറ്റ് യുവർ സെൽഫ് ആസ് എ പ്രയോറിറ്റി. ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റൊരു വീഡിയോ എന്നെ പ്രോത്സാഹിപ്പിക്കും. നന്ദി, നമസ്കാരം.